ഈ സമയത്ത് ഒട്ടും ശ്രദ്ധിച്ചില്ലായിരുന്നു. അതിലാണ് ഇത്രയും പോട്ട് ഏകദേശം എല്ലാ പരിപാടിയും ചെയ്ത് ഇറങ്ങണേ കേട്ടോ. ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഇറങ്ങട്ടെ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഡ്യൂട്ടി വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. വല്ല എമർജൻസി കോൾ ഉണ്ടെങ്കിലും വരൂ. ഇനിയിപ്പോൾ ഇന്ന് പല്ലൊക്കെ തേച്ച് ഒന്ന് സെറ്റ് ആവട്ടെ. വായൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. പിന്നെ ഉറക്കവും നല്ല പറഞ്ഞു. ഇപ്പോൾ ഒന്ന് കിടന്നങ്ങ് ഉറങ്ങി അങ്ങ് വീഴും. ചൂട് ഒരു രക്ഷയില്ല കേട്ടാ, ഒരു രക്ഷയില്ലാത്ത ചൂട്. എന്ത് പറയാനാണത്, ഒരു രക്ഷയില്ല. അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വല്ല പാസ്ത വല്ലതും കഴിച്ച്, പാസ്തയോ മാഗിയോ വല്ലതും ഉണ്ടാക്കി കഴിച്ചിട്ട് ഒരു ഉറങ്ങും. രാവിലെ ഒന്ന് നേരത്തെ എണീറ്റ് റൈസൊക്കെ വെച്ച് ഒക്കെയാണ് പ്ലാന്. ഉറങ്ങി എണീക്കുമ്പോൾ അറിയാം പ്ലാന് മാറിയായില്ലേ. കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെഡിയാക്കി കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അടുത്ത് തന്നെ പരിപാടി. ഇതൊന്ന് കുറച്ച് കഴിച്ചിട്ട് കുറച്ച് നേരം ഫോൺ ഉപയോഗിക്കണം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഫോൺ ഉപയോഗിക്കണം. എന്നിട്ട് ഒരു സുഖം ഉറക്കം. ഗുഡ് നൈറ്റ് ഗൈസ്. ഇപ്പോൾ കിടന്നുറങ്ങാൻ പോകും. നല്ല ഉറക്കം വരെയാണ്. ഏകദേശം എത്ര മണിയായി? 8:42 ഇവിടെ. ഓക്കെ അത് എല്ലാവരും ഗുഡ് മോർണിംഗ് ഗൈസ്. 5 മണി അടുപ്പിച്ചേ. ഇനിയെന്ന് പറഞ്ഞാൽ പോയി ഒന്ന് ഫ്രഷായി ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി നോക്കണം. ആയിട്ട് കിടക്കണണ്ട റൈസും കറിയും ഉണ്ടാക്കേണ്ട പ്ലാനിങ് കേട്ടോ. റെഡിയാക്കി ഇനി കഴിക്കാൻ പോയാ. ഇനിയെന്ന് പറഞ്ഞാൽ ഫുഡും കഴിച്ചിട്ടുണ്ടോ ഡ്യൂട്ടിക്ക് കയറാം. സമയമായില്ല, ഇനിയുണ്ട് 1 hour ഉണ്ട്. വിശക്കണം എനിക്ക് നല്ല. കാരണം ഇതിനു മുമ്പേ 1 മണിക്ക് ഈ സമയത്തല്ല എപ്പോഴും കഴിക്കണത്. അതിൻ്റെ ഒരു വിശപ്പ്. കയറാൻ സമയമായിട്ടാ. ഇനി 20 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ പോയി ഒന്ന് ചെടിയൊക്കെ നോക്കാം. പക്ഷികൾ കൂടുതലാട്ടോ. എണ്ണം കൂടുതലുണ്ട് ഇവിടെ. കളറടിച്ചു തുടങ്ങി കേട്ടോ. ഇതാണ് നല്ല മധുരമുള്ളത്. എണ്ണം കിട്ടിയേട്ടാ. അടിപൊളി ടേസ്റ്റാ. മണ്ണിൻ്റെ ചെറിയൊരു ഇത് എത്ര കഴുകിയാലും പോകില്ല. മണ്ണിൻ്റെ കുറേ നേരം വെള്ളത്തിനെ ഇട്ടിരിക്കും. കാരണം ഇവിടുത്തെ മണ്ണിൻ്റെ കാറ്റും അടിച്ച് കയറണത്. പറഞ്ഞിട്ട് കാര്യമില്ല. വലുതായിട്ടില്ല, ചെറിയൊരു ലെയർ. ഞാനൊക്കെ തൊലി ഇളക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇപ്പോഴിതൊന്ന് ഫസ്റ്റ് വന്നല്ലേ, ഒരു മടി. കൂട്ടി കയറട്ടെ. ഓർഗനൈസിൻ്റെ അവിടെ ഓക്കെയാണ് കേട്ടോ. അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാറ്റും സൈഫൈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ചെയ്യേണ്ടത്. പോട്ടില്ല എന്ന് പറഞ്ഞാൽ സൈഫ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അല്ല, ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്കി ടൈം അനുസരിച്ച് അതെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് സൈഫൈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത് തന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻലെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. 50 പോയിന്റ് കൂടുതലാണ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ലെവൽ ചെയ്യാതെ ഫുൾ അടുപ്പിച്ചാവാറേ ഇല്ലാത്ത ഫോഗി ഇവിടെ ചുറ്റുമുണ്ട് കേട്ടോ. ആ ഒരു പുക പോലെ ചുറ്റുമുണ്ട്. ഒരു പിടിയില്ല. വരയ്ക്കാൻ നോക്കിയതാ, ഇങ്ങനെയായിട്ടുണ്ട്. കമ്പയർ ചെയ്യല് ഒന്നും യോജിക്കൂല. മനസ്സിലായല്ല? ഇങ്ങനെയൊന്നും ഒരു പിടിയില്ല പടം വരയ്ക്കണം. തലയൊക്കെ വേദനിക്കുന്നു. നിർത്തി അയ്യോ ഒന്ന് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കുറച്ച് പോയിന്റ് കുറയ്ക്കണം. 30-40 പോയിന്റ് കുറയ്ക്കാനുണ്ട്. ഭയങ്കര ചൂട് കേട്ടോ. സൈഡ് ബൈ സൈഡ് ഒരു രക്ഷയില്ല. സർവീസിങ് നടത്തുന്ന കേട്ടോ.
ചെയ്ത് കേട്ടോ. ആ ഓക്കെ ആണ് ഇവിടെ. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് ഒന്ന് അയച്ചു കൊടുക്കണം. ഞാൻ അത് ചെയ്യട്ടെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാൽ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുഴപ്പമില്ല കേട്ടോ. റൂമും കുഴപ്പമില്ല. പൊന്നോ ടെമ്പറേച്ചർ ഒരു രക്ഷയില്ല. ആ പിന്നെ അടുത്ത് ട്രേഡിങ് നോക്കി 2 നേരം നോക്കി തലവേദന കേസായിരുന്നു. ഇതുവരെ മൂവ്മെന്റ് കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു രീതിയിലുള്ള മൂവ്മെന്റ് കിട്ടിയിട്ടില്ല. കുറച്ച് നേരം കൂടി നോക്കും. ടൈം ആയിട്ടില്ല. 5 മണി വരെ നോക്കും. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കഴിച്ച് പിന്നെ അടുത്തുള്ള പരിപാടി എന്തിനുണ്ട്. ഇന്ന് ഏത് ടീം വന്ന് ഇന്ന് ഇത് തന്നെ AC സർവീസിൻ്റെ ഒരു ടീം വന്ന്. ഡ്യൂട്ടി കുഴപ്പമില്ല. കുറച്ച് ചെക്കിങ് കൂടുതലുണ്ടായിരുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഓക്കെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എന്തിനാ എഡിറ്റിങ് ചില്ലറ പരിപാടികളാണ്.